ക്ലാസ്സിൽ നമ്മൾ നോക്കിയ കാര്യം മറ്റൊന്നുമല്ല, ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നത് സുധാമൂർത്തിയുടെ ഒരു മനോഹരമായ ഒരു കഥയാണ്. സുധാമൂർത്തിയുടെ കുട്ടിക്കാലത്തെ, കന്നഡ എഴുത്തുകാരിയായ സുധാമൂർത്തിയുടെ കുട്ടിക്കാലത്തെ മുത്തശ്ശിയുടെമായിട്ടുള്ള ഓർമ്മകൾ അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മുത്തശ്ശി വായിക്കാനായിട്ട് അറിയാത്ത മുത്തശ്ശിയെ എങ്ങനെയാണ് സുധാമൂർത്തി വായിക്കാൻ പഠിപ്പിച്ചത് എന്നും അവർ അതിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഒരിക്കല് മുത്തശ്ശിയെ പഠിക്കാനിടയായ സാഹചര്യം പറയുകയാണ്. അപ്പോൾ കഥകളൊക്കെ, കാശിയാത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് കഥകളൊക്കെ കേട്ടിട്ട് അത് മുത്തശ്ശി അടുത്ത കൂട്ടുകാരെ കാണുമ്പോൾ, മുത്തശ്ശിയുടെ കൂട്ടുകാരെ കാണുമ്പോൾ, മുത്തശ്ശിയുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ, ക്ഷേത്രമറ്റത്ത് വെച്ച് കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയും. കാശിയാത്രയുടെ കഥകളൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിക്കും. അതാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് മനസ്സിലാക്കിയത്. തുടർന്ന് നോക്കാം. ആഫ്റ്റർ ഹിയറിംഗ് വാട്ട് ഹാപ്പൻഡ് നെക്സ്റ്റ് ഇൻ കാശിയാത്രേ, കാശിയാത്ര എന്ന പുസ്തകത്തില് അടുത്തതായി എന്താണോ കേട്ടുകഴിഞ്ഞത് അത് കേട്ടതിന് ശേഷം ഷീ വുഡ് ജോയിൻ ഹെർ ഫ്രണ്ട്സ്, മുത്തശ്ശിയുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചേരും. ഷീ വുഡ് ജോയിൻ ഹെർ ഫ്രണ്ട്സ് എവിടെയാണ്? അറ്റ് ദ ടെമ്പിൾ കോർട്ട്യാർഡ്, ക്ഷേത്രമിറ്റത്തിലെ. ക്ഷേത്രമിറ്റം എന്നുള്ളതിന് പറയുന്ന വാക്ക് ഏതാണ്? ടെമ്പിൾ കോർട്ട്യാർഡ്. ടെമ്പിൾ കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മിറ്റം എന്നാണോ അർത്ഥം? അതെ, കോർട്ട്യാർഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം മിറ്റം എന്നാണ്. ടെമ്പിൾ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാലോ ക്ഷേത്രത്തിന്റെ മിറ്റം. വീടിന് മിറ്റം എന്നുള്ളതിന് നമ്മുടെ എന്താണ്, ജസ്റ്റ് കോർട്ട്യാർഡ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ അല്ലെ. ഇനി ആ ടെമ്പിൾ കോർട്ട്യാർഡില് മുത്തശ്ശിയുടെ ഫ്രണ്ട്സിനോടൊപ്പം ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം പറയും. മുത്തശ്ശി കഥയിൽ കേട്ട കാര്യങ്ങളൊക്കെ, കാശിയാത്ര എന്ന മാഗസിനിൽ വായിച്ചു കേട്ട കാര്യങ്ങളൊക്കെ പറയും. അവിടെ വി ചിൽഡ്രൻ വുഡ് ഓൾസോ ഗ്യാദർ ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ഞങ്ങൾ കുട്ടികൾ ആ ക്ഷേത്രമുറ്റത്ത് തന്നെ ഹൈഡ് ആൻഡ് സീക്ക് അഥവാ ഒളിച്ചും പാത്തും കളിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ ഒത്തുകൂടാറുണ്ടായിരുന്നു. ഗ്യാദർ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരുമിച്ച് കൂടുക. ഗ്യാദർ. വി ചിൽഡ്രൻ, ഞങ്ങൾ കുട്ടികൾ അവിടെ ഒരുമിച്ച് കൂടുമായിരുന്നു. വി ചിൽഡ്രൻ വുഡ് ചെയ്യുമായിരുന്നു. വുഡ് ഓൾസോ ഗ്യാദർ, ഞങ്ങളും കൂടെ ചേരുമായിരുന്നു. എന്തിന്? ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതിന്. ഷീ വുഡ് ഡിസ്കസ് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ കഥയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഞങ്ങളോട് മുത്തശ്ശി അവിടെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഷീ വുഡ് ഡിസ്കസ് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. മുത്തശ്ശിയുടെ സുഹൃത്തുക്കളോടൊപ്പം കാശിയാത്ര എന്ന് പറയുന്ന മാഗസിനില് ആ ലക്കത്തിൽ വന്ന ഏറ്റവും പുതിയ കഥ എന്താണെന്ന് പറയുമായിരുന്നു. ഇതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ ഭാഗം. എന്തുമാവട്ടെ, she would discuss the latest episode with her friends. At that time, അക്കാലത്ത് I never understand why there was so much of debate about the story. ഈ കഥയ്ക്ക് എന്തിനാണ് ഇത്ര അധികം ചർച്ചയൊക്കെ ഈ മുതിർന്ന മുത്തശ്ശിമാര് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു കല്യാണ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി. once I went for a wedding with my cousins to the neighboring village. സമീപത്തുള്ള ഗ്രാമത്തിലാണ് എൻ്റെ കസിൻസിനോടൊപ്പം ഞാൻ പോയത്. എന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇൻ ദോസ് ഡേയ്സ് എ വെഡിങ് വാസ് എ ഗ്രേറ്റ് ഈവന്റ്. അന്നത്തെ കാലത്ത് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല. ഇൻ ദോസ് ഡേയ്സ്, ആ കാലത്ത് എ വെഡിങ്, ഒരു കല്യാണം, വാസ് എ ഗ്രേറ്റ് ഈവന്റ്, ഒരു വലിയ സംഭവമായിരുന്നു, ഒരു ഗ്രേറ്റ് ഈവന്റ് ആയിരുന്നു. ഈവന്റ് എന്ന് പറഞ്ഞാൽ സംഭവം. സ്പെല്ലിംഗ് എന്താണ്? EVENT, ഈവന്റ്, സംഭവം. എന്താ വെഡിങ്ങിന്റെ സ്പെല്ലിംഗ് നോക്കിയേ? WEDDING. എ വെഡിങ്, ഒരു കല്യാണം. വാസ് എ ഗ്രേറ്റ് ഈവന്റ്. ഓക്കെ. നെയ്ബറിംഗ് വില്ലേജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സമീപത്തുള്ള ഗ്രാമം. സ്പെല്ലിംഗ് നെയ്ബറിംഗ്, NEIGHBOURING, അതാണ് നെയ്ബറിംഗ്. വില്ലേജ് എന്ന് പറഞ്ഞാലോ ഗ്രാമം, VILLAGE, വില്ലേജ്, ഗ്രാമം. വെഡിങ്ങിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, നെയ്ബറിംഗിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, വില്ലേജിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇനി കസിൻസ് എന്താണ് സ്പെല്ലിംഗ്? COUSINS, കസിൻസ്, COUSINS. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ
സഹോദരങ്ങളുടെ മക്കളെ നമ്മൾ കസിൻസ് എന്ന് പറയാറുണ്ട് അല്ലെ. അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ സഹോദരങ്ങളുടെ മക്കളെ കസിൻസ് പറയാറുണ്ട്. അപ്പോൾ കസിൻസിന് ഓടൊപ്പമാണ് ഞാൻ സമീപ ഗ്രാമത്തില് കല്യാണത്തിന് പോയത്. അന്നത്തെ കാലത്ത് വെഡിങ് എന്നത് ഒരു ഗ്രേറ്റ് ഈവന്റ് ആണ്. വി ചിൽഡ്രൻ എൻജോയ്ഡ് അവർസെൽവ്സ് thoroughly. ഞങ്ങള് നന്നായി ആസ്വദിച്ചു. വി ചിൽഡ്രൻ, ചിൽഡ്രൻ CHILDREN, ചിൽഡ്രൻ കുട്ടികൾ, ചൈൽഡ് കുട്ടി. ഒരു കുട്ടിയാണെങ്കിൽ ചൈൽഡ് എന്ന് പറയും. ഒന്നിലേറെ കുട്ടികളെ നമ്മൾ പറയുന്ന വാക്കെന്നാണ് കുട്ടികൾ. മലയാളത്തിൽ നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ചിൽഡ്രൻ. വി ചിൽഡ്രൻ, ഞങ്ങൾ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഞങ്ങൾ കുട്ടികൾ. വി ചിൽഡ്രൻ എൻജോയ്ഡ് thoroughly, നന്നായിട്ട് ആസ്വദിച്ചു, സ്വയം ആസ്വദിച്ചു. എൻജോയ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം കിട്ടിയില്ലേ ഇപ്പോ? ആസ്വദിച്ചു. കാരണം വെക്കേഷൻ ഒക്കെ പോകുന്നത് പോലെയാണ് അല്ലെ. എൻജോയ്ഡ് അവർസെൽവ്സ്, അവർസെൽവ്സ്, അവർ സെൽഫ് എന്ന വാക്കിന്റെ, ഞങ്ങൾ സ്വയം എന്നാണ് അവർ സെൽഫ് എന്ന വാക്ക്. കുറെ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അവർ സെൽവ്സ് എന്നാണ് പറയുക, അവർ സെൽഫ് എന്നല്ല പറയുക. ഓക്കെ അല്ലേ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഞങ്ങൾ സ്വയം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവർ സെൽവ്സ്. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അവർ സെൽഫ് എന്നാണോ പറയാ? അല്ല, അങ്ങനെ പറയില്ല. പ്ലൂറൽ ആയതുകൊണ്ട് അവർ സെൽവ്സ് അല്ലെ. ഐ ആണെങ്കിൽ മൈസെൽഫ്, ഞാൻ സ്വയം എന്നെങ്ങനെ പറയും? മൈസെൽഫ്. അപ്പൊ ഞങ്ങൾ സ്വയം ആസ്വദിച്ചു. വി എൻജോയ്ഡ് അവർസെൽവ്സ് thoroughly, 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 thoroughly. അങ്ങനെയാണ് THOROUGHLY, thoroughly. വളരെ കാര്യമായിട്ട്, നന്നായിട്ട് എന്നുള്ളതിന് ഒത്തിരി ഉറപ്പിച്ചിട്ട് അല്ലെ എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കാണ്. തറ ആയിട്ട് പഠിക്കണം എന്നൊക്കെ പറയാറില്ലേ. എന്ന് വെച്ചാൽ എന്താർത്ഥം? ശരിക്കും നന്നായിട്ട് എന്നാണ് അർത്ഥം. എന്താ? നന്നായിട്ട് പഠിക്കണം. അപ്പൊ വി ചിൽഡ്രൻ എൻജോയ്ഡ് അവർസെൽവ്സ് thoroughly, thoroughly. സ്പെല്ലിംഗ് ഒന്നുകൂടി പഠിക്കണേ. THOROUGHLY, thoroughly, നന്നായിട്ട്. വി ചിൽഡ്രൻ എൻജോയ്ഡ് അവർസെൽവ്സ് thoroughly. We would eat and play endlessly. ഞങ്ങള് ഭക്ഷണം കഴിക്കും, പിന്നെ കളിക്കും. ഒരു കളിക്കൊരു അവസാനമില്ല. എൻഡ് വേണ്ടേ? അതില്ല. എൻഡ് ലെസ്ലി അല്ലെ. 3 കാര്യങ്ങൾ ശ്രദ്ധി. എൻഡ് എന്ന് വെച്ചാൽ അവസാനമാണ് നമുക്കറിയാം. LESS ലെസ് എന്ന് വെച്ചാൽ ഇല്ല, അവസാനമില്ലാതെ. എൻലെസ്ലി, ഒരു LYയും കൂടി അതിനോട് ചേർക്കുക. എൻഡ് ലെസ് ലി. ആ സ്പെല്ലിങ് ശ്രദ്ധിക്കണേ. ഞങ്ങള് കളിക്കൊരു അവസാനമില്ലാത്ത രീതിയിൽ അങ്ങനെ നിർത്താതെ കളിയിൽ മുഴുകും കേട്ടോ. അങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് ഒരാഴ്ച ചെലവഴിച്ചു. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞപ്പോഴോ ഐ വെന്റ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഞങ്ങള് 1-2 ദിവസത്തേക്കാണ് കല്യാണ വീട്ടിലേക്ക് പോയത്. പക്ഷേ വെന്റ് എന്ന് പറഞ്ഞാൽ പോയി, ഗോ പോവുക, വെന്റ് പോയി. പക്ഷേ ഞാൻ തിരിച്ചു വന്നതോ ബട്ട് ended up staying there for a week. അവിടെ ഒരാഴ്ച സ്റ്റേ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവസാനിച്ചത്. ബട്ട് ended up staying there for a week. ഒരാഴ്ചത്തേക്ക് അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ എൻഡ് ചെയ്തത്. സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലിവ് എന്ന് വെച്ചാൽ താമസിക്കുക, സ്റ്റേ എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ഒരിടത്ത് താമസിക്കുന്നതിനെയാണ് സ്റ്റേ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത പാരഗ്രാഫിൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. when I came back to my village, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോൾ I saw my grandmother in tears. അതാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്. എൻ്റെ മുത്തശ്ശി എങ്ങനെയാണ് കണ്ണീരണിഞ്ഞിരിക്കുന്ന ചിത്രമാണ് കാണുന്നത് കേട്ടോ. ഞാൻ തിരിച്ചു വന്നപ്പോൾ when I came back to my village, came back, come back തിരിച്ചു വരിക, came back തിരിച്ചു വന്നപ്പോൾ, കാരണം നടന്നു കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് ഇനി പറയേണ്ടത്. കം ബാക്ക് എന്ന് പറയാൻ പറ്റില്ല, കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണ് came. സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. when I come back എന്നല്ല പറയേണ്ടത്, when I came back to my village, എൻ്റെ ഗ്രാമത്തിലേക്ക്. വില്ലേജിന്റെ സ്പെല്ലിംഗ് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, VILLAGE, വില്ലേജ്, ഗ്രാമം. when I came back to my village, I saw my grandmother in tears. ഞാൻ എൻ്റെ മുത്തശ്ശി കണ്ണീരണിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ടിയർ, കണ്ണുനീർ, TEAR, ടിയർ, കണ്ണുനീർ. ഗ്രാൻഡ്മദർ, മുത്തശ്ശി. I saw, ഞാൻ കണ്ടു. I saw my grandmother in tears. എൻ്റെ മുത്തശ്ശി കണ്ണീരണിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. I was surprised, ഞാൻ അതിശയിച്ചു. I was surprised, surprised എന്ന് പറഞ്ഞാൽ അതിശയിച്ചു. I was surprised, 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 അതിശയിച്ചു, ഞാൻ അതിശയിച്ചു. For, കാരണം I had never seen her cry even in the most difficult situation. ജീവിതത്തിലെ എത്ര കഷ്ടപ്പാടുള്ള ഗതികെട്ട സമയത്ത് പോലും മുത്തശ്ശി കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. I was surprised for I had never seen her in her most difficult situations. ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ പോലും മുത്തശ്ശി കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുണ്ടായി?
എന്നിട്ട് പറയുവാണ്, എനിക്ക് അതിശയമായല്ലേ. അപ്പോ ഒരു കാര്യം കൂടി പറയാണ്. ഞാൻ ചോദിച്ചു, അവ ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? എന്നാ ഞാൻ ചോദിച്ചത്, അവ ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? എല്ലാം നന്നായി പോകുന്നില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവ എന്ന് ചോദിച്ചു. അവ എന്നാണ് ഞങ്ങള് മുത്തശ്ശിനെ വിളിക്കുക കേട്ടാ. അവ ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്, ആർ യു ഓക്കെ? ഞാൻ മുത്തശ്ശീനെ അങ്ങനെ വിളിക്കുക അല്ലേ. ഐ യൂസ്ഡ് ടു കോൾ ഹെയർ. യൂസ്ഡ് ടു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാധാരണയായി, പതിവായി. യൂസ്ഡ് ടുവിന്റെ അർത്ഥം എന്താണ്? സാധാരണയായി, പതിവായി. ഐ യൂസ്ഡ് ടു കോൾ ഹെയർ. ഞാൻ മുത്തശ്ശീനെ അങ്ങനെ വിളിക്കുന്നത് എന്തോന്ന്? അവ എന്നല്ലേ. ഐ യൂസ്ഡ് ടു കോൾ ഹെയർ അവ, വിച്ച് മീൻസ്, അതിന്റെ അർത്ഥം എന്താണ്? അമ്മ എന്ന് കന്നഡ ഭാഷയിൽ പറയണതാ. വിച്ച് മീൻസ് മദർ ഇൻ കന്നഡ, സ്പോക്കൺ ഇൻ നോർത്ത് കർണാടക. വടക്കൻ കർണാടകയിൽ, കന്നഡയില് മദർ എന്നുള്ളതിന് അവ എന്നാണ് പറയുന്നത്. ഷീ നോഡഡ് ബട്ട് ഡിഡ് നോട്ട് റിപ്ലൈ. മുത്തശ്ശി തല കുലുക്കി, എല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തല കുലുക്കി. ഒരക്ഷരം പക്ഷെ മിണ്ടിയില്ല. റിപ്ലൈ, മറുപടി നൽകുക. പക്ഷെ മറുപടി നൽകിയോ? ഷീ നോഡഡ്, തലയാട്ടുക. നോഡ്, തലയാട്ടുക. തലയാട്ടി എന്ന് പാസ്റ്റൻസ് ആക്കി എങ്ങനെ പറയും? നോഡിന്റെ പാസ്റ്റൻസ് നോഡഡ്. ഷീ നോഡഡ്, മുത്തശ്ശി തലയാട്ടി. ബട്ട്, പക്ഷേ, ബട്ടിന്റെ അർത്ഥം എന്താണ്? പക്ഷേ. ഡിഡ് നോട്ട് റിപ്ലൈ. റിപ്ലൈ, REPLY, റിപ്ലൈ, മറുപടി. പക്ഷെ മറുപടി പറഞ്ഞില്ല. ഡിഡ് നോട്ട് റിപ്ലൈ, മറുപടി പറഞ്ഞില്ല. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല എന്ന് ആരോടെങ്കിലും പറയണമെങ്കിൽ നമ്മൾ എന്താ പറയാ? ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫൊർഗോട്ട് അബൌട്ട് ഇറ്റ്. മുത്തശ്ശിയുടെ ഈ സങ്കടഭാവം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാനത് മറന്നേ പോയി. ആൻഡ് ഫൊർഗോട്ട് അബൌട്ട് ഇറ്റ്, ഞാൻ അതേക്കുറിച്ച് മറന്നേ പോയി. എന്താ? ഫൊർഗെറ്റ്, മറക്കുക. ഫൊർഗെറ്റിന്റെ പാസ്റ്റൻസ് ആണ് ഫൊർഗോട്ട്, മറന്നു. ഇത് കഥയാണ്. കഥയിലെ എല്ലാ വെർബും പാസ്റ്റൻസിലാണ് പ്രയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇൻ ദ നൈറ്റ്, രാത്രിയില്, ആഫ്റ്റർ ഡിന്നർ, ഡിന്നർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? വി വേർ സ്ലീപ്പിംഗ് ഇൻ ദ ഓപ്പൺ ടെറസ് ഓഫ് ദ ഹൗസ്. വീടിന്റെ ഓപ്പൺ ടെറസിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. വി വേർ സ്ലീപ്പിംഗ്, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു അല്ലെ. വി വേർ സ്ലീപ്പിംഗ് ഇൻ ദ ഓപ്പൺ ടെറസ് ഓഫ് ദ ഹൗസ്. വീടിന്റെ തുറസായ ടെറസിലാണ് ഞങ്ങൾ ഉറങ്ങിയിരുന്നത്. ഇറ്റ് വാസ് എ സമ്മർ നൈറ്റ്, ഒരു വേനൽക്കാല രാത്രിയായിരുന്നു. ആൻഡ് ദർ വാസ് എ ഫുൾ മൂൺ, നല്ല നിലാ വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവ എൻ്റെ അടുത്ത് വന്നു. അവ കെയിം ആൻഡ് സാറ്റ് നെക്സ്റ്റ് ടു മീ, എൻ്റെ തൊട്ടടുത്തിരുന്നു. സിറ്റ് എന്ന് പറഞ്ഞ് ഇരിക്കുക. സിറ്റിന്റെ പാസ്റ്റൻസ് ആണ് സാറ്റ്. കഴിഞ്ഞ പോയ സംഭവം ആയതുകൊണ്ട് നമ്മൾ സിറ്റ് എന്ന് പറയുമോ? ഇല്ല, കഥയിൽ എപ്പോഴും സാറ്റ് പാസ്റ്റൻസ് ആക്കിയേ പറയുള്ളൂ. സാറ്റ് നെക്സ്റ്റ് ടു മീ, എൻ്റെ തൊട്ടടുത്ത് അല്ലേ. എൻ്റെ തൊട്ടടുത്ത് എങ്ങനെ പറയും? നെക്സ്റ്റ് ടു മീ. എന്നിട്ട് ഹെർ അഫക്ഷനേറ്റ് ഹാൻഡ്സ് ടച്ച്ഡ് മൈ ഫോർഹെഡ്, സ്നേഹാർദ്രമായ മുത്തശ്ശിയുടെ കരങ്ങൾ എൻ്റെ നെറ്റിത്തടത്തിൽ തലോടി കേട്ടോ. ഫോർഹെഡ്, നെറ്റിത്തടം. ടച്ച്ഡ്, സ്പർശിച്ചു. ഐ റിയലൈസ്ഡ് ഷീ വാണ്ടഡ് ടു സ്പീക്ക്, എനിക്ക് മനസ്സിലായി മുത്തശ്ശിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. റിയലൈസ്ഡ്, തിരിച്ചറിഞ്ഞു. REALIZED, റിയലൈസ്ഡ്, തിരിച്ചറിഞ്ഞു, മനസ്സിലായി. ഷീ വാണ്ടഡ് ടു സ്പീക്ക്, മുത്തശ്ശിക്ക് സംസാരിക്കാൻ